അപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഗുരുതര വീഴ്ചയെന്ന പരാതി വരുന്നു. നിരവധി അധ്യാപകർക്ക് വോട്ട് നഷ്ടമായി എന്ന പരാതിയാണ് ഇപ്പോൾ വരുന്നത്. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലുള്ളവർക്കാണ് വോട്ട് നഷ്ടമായത്. മൈക്രോ ഒബ്സർവർമാരായി നിയമനം കിട്ടിയവർക്കാണ് വോട്ട് ചെയ്യാൻ കഴിയാതിരുന്നത്. പോസ്റ്റൽ വോട്ടിനുള്ള സമയം കഴിഞ്ഞതോടെ ഇവരെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. TV പ്രസാദാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം എത്തുന്നത്. TV പ്രസാദിലേക്ക് വരുന്നതിന് മുൻപ് ഒരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. ക്വിക്ക് അപ്ഡേറ്റ്: 50% കഴിഞ്ഞിരിക്കുന്നു പോളിംഗ് ശതമാനം. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ 10 മിനിറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ഉയരട്ടെ, നമ്മുടെ പോളിംഗ് ശതമാനം ഉയരട്ടെ. അപ്പോൾ ബാക്ക് ടു TV പ്രസാദ്, എന്താണ് കാസർഗോഡ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ വീഴ്ച ഉണ്ടായത്? സുജയ, ഒരു ഗുരുതരമായ വീഴ്ചയാണ് കാസർകോട്ടെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതായത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മൈക്രോ ഒബ്സർവർ ഡ്യൂട്ടിക്കായി നിയോഗിച്ച കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ 12 പേർക്കാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. പ്രതിസന്ധി എന്തെന്നാൽ നേരത്തെ അവർക്ക് ഡ്യൂട്ടി നിശ്ചയിച്ചിരുന്നില്ല. ഇപ്പോൾ വെക്കേഷൻ കൂടി ആയതുകൊണ്ട് ഈ മാസം 20ഓടുകൂടി അസിസ്റ്റന്റ് പ്രൊഫസർമാരും അസോസിയേറ്റ് പ്രൊഫസർമാരുമായ ഈ അധ്യാപകരെല്ലാം അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. നമുക്കറിയാം, അവിടെ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള അധ്യാപകരടക്കമുണ്ട്. കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നുള്ള അധ്യാപകരും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ 12 അധ്യാപകർ അവരുടെ വീട്ടിലേക്ക് മടങ്ങിയപ്പോഴാണ് 22-ാം തീയതി തിരിച്ച് നിങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്, മൈക്രോ ഒബ്സർവേറ്റർ ആണ് എന്ന വിവരം ഇവർക്കെല്ലാം കിട്ടുന്നതും ഇവർ ഉടൻ തന്നെ ടിക്കറ്റ് എടുത്ത് കാസർഗോഡേക്ക് മടങ്ങുകയും ചെയ്യുന്നത്. അവിടെ എത്തിയതിന് ശേഷം 24-ാം തീയതിയാണ് പരിശീലനം വെച്ചത്. 24 എന്ന് പറഞ്ഞാൽ മിനിഞ്ഞാന്നാണ്. അതായത് ഇന്ന് ഒരൊറ്റ ദിവസം മാത്രം ബാക്കി നിൽക്കെ 24-ാം തീയതി പരിശീലനം വയ്ക്കുന്നു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോസ്റ്റൽ ബാലറ്റ് ഏർപ്പെടുത്താനുള്ള സംവിധാനം അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. അങ്ങനെ 24-ാം തീയതി ട്രെയിനിങ്ങിന് ഹാജരായ ഈ 13 അധ്യാപകരായ മൈക്രോ ഒബ്സർവേറ്റർമാർക്ക് അതിനുവേണ്ടി കൊടുക്കേണ്ട ഫോം കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഫോം കൊടുക്കാത്ത സാഹചര്യത്തിൽ ഈ 12 പേരുടെയും വോട്ടവകാശം റദ്ദാകും എന്ന പ്രശ്നം ഉടലെടുക്കുകയും അങ്ങനെ ഒരു വലിയ പഴി ഒഴിവാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഗുരുതര പ്രശ്നം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇന്നലെയാണ് ഈ 12 പേരെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി ഉത്തരവിട്ടത്. ഇതിലെ 3 അധ്യാപകരുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. കേരളത്തിന് പുറത്തുള്ളവരുണ്ട്, കൊല്ലം ജില്ലയിലുള്ള ആളുണ്ട്, തിരുവനന്തപുരത്തുള്ള ആളുണ്ട്. ഈ 3 പേർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. 12 പേരിൽ എത്ര പേർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന കാര്യം ഉറപ്പില്ല. കാരണം അത് ഒഴിവാക്കിയത് അവരുടെ നാട്ടിൽ അവരുടെ ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനാണ്. നമുക്കറിയാം, കാസർഗോഡ് പോലെ ഒരു സ്ഥലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തന്നെ എത്തണമെങ്കിൽ, ടിക്കറ്റ് കിട്ടണമെങ്കിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 12 പേരിൽ ഭൂരിപക്ഷം പേർക്കും വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം. കൃത്യമായ ആസൂത്രണത്തോടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ജനങ്ങളെ കൊണ്ടെല്ലാം വോട്ട് ചെയ്യിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത്. വളരെ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഇതിന് എന്ത് തന്നെയായാലും മറുപടി വേണ്ടിവരും. സ്വാഭാവികമായും കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന്, തെരഞ്ഞെടുപ്പ് നടത്തിപ്പുകാരുടെ ഭാഗത്തു നിന്ന്. ഏതായാലും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഇതിൽ തന്നെ പലർക്കും ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്ന വിവരം കിട്ടുന്നത് ഇന്നലെ രാത്രിയുമാണ്. സുജയ.